സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഹാർഡ് കോർ സീരീസിൻ്റെ ഒരു പുതിയ ഹാർഡ് കോർ സീരീസിൻ്റെ ഒന്നാമത്തെ സെലക്ഷനാണ്. അത് കറക്റ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കധികമൊന്നും പറയല്ല, നേരെ വീഡിയോയിലെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇതിലിപ്പോൾ കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. പറഞ്ഞാൽ ഞങ്ങളത് വോയിസ് ഓവറാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വോയിസ് ഓവർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് അടിച്ചു കളയാനൊക്കെ പറ്റും. പിന്നെ ഞാൻ മാക്സിമം അടിച്ചു കളയുന്നുണ്ട്. അടിച്ചു കളയാൻ പറഞ്ഞാൽ സ്പീഡിൽ കാണിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഞാൻ അടിച്ചു കളയുന്നുണ്ട്. ഓക്കെ, സ്പീഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ ടൂൾസൊക്കെ ഉണ്ടാക്കി. പിന്നെ അതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനിടയിൽ എൻ്റെ ചെറിയൊരു മണ്ടത്തരം ഉണ്ടായി. എൻ്റെ അല്ല, ഓൻ്റെ. ഓക്കെ, ഇന്നതൊക്കെ എങ്ങനെയൊക്കെ ക്ഷമിച്ച് ഞങ്ങൾ. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കുറേ ആക്സൊക്കെ ആയി, സോഡൊക്കെ ആയി. ഇനി ഞങ്ങൾക്ക് ഞാൻ സോഡൊക്കെ ഉപയോഗിച്ച് ഇനി അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി ടൂൾസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ SG-YT എന്ന് കളിക്കുന്നതാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഷഹസിനാണ് കളിക്കുന്നത്, MC ഗൈ. ഓക്കെ, അപ്പോൾ ഓൻ്റെ അതിലാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്, കാരണം ഓൻ്റെയിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം കണ്ടുപിടിച്ചൊരു മഷ്റൂമൈലുണ്ട്. ഓൾറെഡി ഇത് ടെംപ്ലേറ്റഡ് സീഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അത് കിട്ടത്തില്ല എന്നാണ്, പക്ഷേ ഇത് അവസാനം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ മഷ്റൂമൈലിൻ്റെ എത്തി. എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ചെയ്തു, അങ്ങനെ നടന്നു. ഓക്കെ, പിന്നെ ഞങ്ങൾ ടൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായതുകൊണ്ട് പിന്നെ ഓനെ സോഡ് കാണിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ നോക്കി. ബാക്കിയല്ല, പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ മുറിക്കാൻ പോയിരുന്നു. ആദ്യം ഞാൻ SG-നെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് രണ്ടാം വരി അങ്ങോട്ട് പോയതാണ് വുഡും സാപ്ലിങ്സൊക്കെ കളക്ട് ചെയ്യാൻ. കാരണം സാപ്ലിങ്സ് ഇല്ലാതെ ഓൻ അങ്ങോട്ട് കയറ്റില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ ഓനിക്ക് സാപ്ലിങ്സ് എറിഞ്ഞെടുത്തപ്പോൾ ഓനിക്ക് തന്നെ തിരിച്ചിട്ടിരുന്നു. കാരണം ഓൻ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിന്നിട്ട് ഓനത് എനിക്ക് തന്നിട്ട് ഞാനത് കൊണ്ടിട്ട് നട്ടുവെച്ചു. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ അറിയാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ അത് നടാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ മൈശീലത്തിൻ്റെ മേലെ ഈ സാധനം വളരുമോ അതൊക്കെ അറിയില്ല. എനിക്ക് തോന്നുന്നത് ഡേർട്ടിൻ്റെ മേലെ വെച്ചാൽ വളരുന്നതാണ്. ഇതിൻ്റെ മേലെ വെച്ചാൽ വളരുന്നൊക്കെ വലിയ പിടുത്തമല്ല, അറിയില്ല. അതറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണും. ഓക്കെ, പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, മൈനിങ്ങിനായിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് SG പറയണത് ഈ SG-നെ കേട്ടോ പറയണത്. ഓക്കെ, SG ഞാനത് ഒരു കേവ് കണ്ടുപിടിച്ചു. പക്ഷെ ഇത് കേവല്ല, റിവീനാണ്. റിവീന് പറഞ്ഞാൽ ഇവിടുത്തെ റിവീനൊരു പ്രത്യേകത ഉണ്ട്. ആ റിവീനിൽ ഇത് മോബ്സ് സ്പോൺ ആവില്ല. ഓക്കെ, ഒരു റിവീൻ മോബ്സ് അധികം സ്പോൺ ആവില്ല, കാരണം റിവീന് വെളിച്ചം തട്ടുന്ന ഒരു ഏരിയ ഉള്ളൂ. അപ്പോൾ ആ റിവീനിൽ ഇതൊന്നും സ്പോൺ ആവില്ല. പക്ഷേ ഇവിടെയുള്ള കേവ്സിലും മോബ്സ് ഒന്നും സ്പോൺ ആവില്ല, വിച്ച് മീൻസ് ഹോസ്റ്റൈൽ മോബ്സ്. പിന്നെ മറ്റുള്ള മോബ്സ് ഒന്നും സ്പോൺ ആവത്തില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ SG കുറേ ഫുഡൊക്കെ കളക്ട് ചെയ്തായിരുന്നു. പിന്നെ അതൊക്കെ ഞങ്ങൾ സ്മെൽറ്റ് ചെയ്ത് ഞങ്ങൾ മൈനിങ്ങിനായിട്ട് തന്നെ ഇറങ്ങി. ഓക്കെ, പിന്നെ ഇതിൽ മൈനിങ്ങിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെ പോയിക്കണമെന്നാണ് തോന്നുന്നത്. പോയിക്കണു. കാരണം ഇഷ്യൂ ആണ്. അത് എന്തോ ഞങ്ങൾ നെക്കിയിട്ടും അത് വന്നിട്ടില്ല. ഞങ്ങൾ നെക്കിയത് റെക്കോർഡിങ് ഇതിൽ കാണിച്ചായിരുന്നു, പക്ഷെ നെക്കിയിട്ടില്ല. നോക്ക്, നിങ്ങൾ എത്ര വലിയ റിവ്യൂനാണ് നോക്ക്, പക്ഷെ അവിടെ ഒരൊറ്റ മോബ് ഉണ്ടാവില്ല. പിന്നെ അതുമാതിരി അവിടെ ഒരു അവസാനത്തിലൊരു വക്കിലൊരു കേവും ഉണ്ട്, മോനെ സീസാണ്. ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ കുറച്ച് കൊബിൾ സ്റ്റോണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫർണസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. കുറച്ച് നേരം നിന്നപ്പോൾ ഞങ്ങൾക്ക് ഐറ്റംസൊക്കെ അത്യാവശ്യം ഞങ്ങളെ കയ്യിൽ ഫുഡ് മാത്രം ഞങ്ങളിൽ ഇഷ്ടമായി ഇനി കിട്ടും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈ കൊബിൾ സ്റ്റോണിൻ്റെ കാര്യം, വുഡിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇപ്പോഴും. പിന്നെ നമ്മളിവിടെ എന്ത് സ്റ്റൈൽ വീടാണ് വെക്കാമെന്നൊന്നും ഞങ്ങൾക്ക് ഇതുവരെയായിട്ടൊരു പിടുത്തം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇടക്കിടക്ക് ഓനെ വന്ന് അടിക്കും. എനിക്ക് അവനെ അടിച്ചിട്ടില്ലെങ്കിൽ ഒരു കിടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കണോണ്ട് ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, ഇനി മുതൽ ഞങ്ങൾ കടന്നുറങ്ങൂലെന്ന്. ഓക്കെ, ഞാൻ എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. ബെഡ് ഇട്ടിയാൽ ചിലപ്പോൾ ഞാൻ കടന്നുറങ്ങും. ഓക്കെ, അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കേവ് കറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി അതിൻ്റെ ഇടയിൽ SG-യുടെ ഒരു കിണ്ണം കാച്ചി ബുദ്ധിയാണ്. അത് സത്യം പറഞ്ഞാൽ അത് വർക്കായി. ഞാനത് ബുദ്ധി പറഞ്ഞാൽ എല്ലാവർക്കും അറിയണത് തന്നെയാണ്.
അതെ, ആ വെള്ളം എടുത്ത് ഒഴിച്ചത് അതിൻ്റെ ബുദ്ധിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടുന്ന് ആ റിവ്യൂനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറേ അയണൊക്കെ കിട്ടി. അതൊന്നും ഞങ്ങൾ കാണിക്കാൻ നിന്നില്ല. ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കാണിച്ചത്. കാരണം ഈ കേവ്ക്ക് ഇറങ്ങുന്ന ക്ലിപ്സൊക്കെ സത്യം പറഞ്ഞാൽ അതിലുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇതിൽ വന്നിട്ടില്ല. അതൊരു പ്രശ്നമാണ്. അത് വൻ പ്രശ്നമായി ഞങ്ങൾക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് പറ്റ അങ്ങോട്ട് കുറഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോ 6 മിനിറ്റോ 7 മിനിറ്റൊക്കെ ഉള്ളൂ. 6 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുള്ളൂ, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് മൈനിങ്ങൊക്കെ ചെയ്തു. പിന്നെ ആ മൈനിങ് ഇതൊന്നും ഇതിൽ കിട്ടിയില്ല. മൈൻ ചെയ്ത് കുറേ ആയം കിട്ടി. ഞങ്ങൾക്ക് ഒരു 50 അടുപ്പിച്ച് 55 ആയം കിട്ടി ഞങ്ങൾക്ക്. അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അയൺ ആർമറും ടൂൾസും ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഗോൾ സത്യം പറഞ്ഞാൽ അതായിരുന്നു. പിന്നെ ഇത് ഇങ്ങൾക്ക് കാണുമ്പോൾ അത് 6 മിനിറ്റ് കൊണ്ട് തീരുന്ന പറഞ്ഞു. ഞങ്ങൾക്കതൊന്ന് 1.5 മണിക്കൂർ കൊടുത്തു. കാരണം ആ ഇതില്ലേ എന്താ മഷ്റൂം ഐലൻഡ് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് പണിയെടുത്തു. പിന്നെ അതുമാതിരി ഇതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് എത്രങ്ങാനും ടൈം എടുത്തു ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ആദ്യം എൻ്റെ സൈനിങ് പോയി, പിന്നെ ഓൻ്റെ സൈനിങ് പോയി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അവസാനം ഞങ്ങൾ ഫുൾ സെറ്റ് അയൺ ആർമറും പിന്നെ അയൺ തികയാത്തതുകൊണ്ട് ഞങ്ങൾ കോപ്പറിൻ്റെ ടൂൾസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡൊക്കെ നല്ല ലെങ്ത്ത് കൂടും. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.